ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിരിക്കുന്നു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, കറിവേപ്പില, വറുത്തിടാൻ വേണ്ടി 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, കുരുമുളക് 1/4 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ. ഇതിൻ്റെ കൂടെ എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. തക്കാളി 2 ഇടത്തരം അരിഞ്ഞു വച്ചിരിക്കുന്നു, മല്ലിയില 1 പിടി, ചുവന്നുള്ളി ഒരു 10-30 അല്ലി അരിഞ്ഞു വച്ചിരിക്കുന്നു, സവാള 1 എണ്ണം. ഇത്രയുമാണ് ആവശ്യം. വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ച് അതിൽ കണ്ടിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കും. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ബാക്കി താളിക്കാൻ എടുത്തിട്ട് തക്കാളി 2 ഇടത്തരം തക്കാളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില ഇതിൻ്റെ കൂടെയും ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ബാക്കി വന്ന വെള്ളം അതും ഇട്ട് കൊടുക്കുക. ഇത്രയും ഇട്ടതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കണം. കുക്കർ അടച്ചു വെച്ച് ആദ്യത്തെ വിസിൽ തീ കൂട്ടി വെച്ചും ബാക്കിയുള്ള ഒരു 7 വിസിൽ തീ കുറച്ച് വെച്ചും എടുക്കുക. ഇറച്ചി വേവാൻ 6 വിസിൽ വന്നിട്ടുണ്ട്. ഇനി 2 വിസിൽ വരുമ്പോൾ ഇറച്ചി വെന്ത് കിട്ടും. അതിന് മുമ്പ് നമുക്ക് പൊടികളൊന്ന് വറുത്തെടുക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് പൊടികൾ ഇട്ട് കൊടുക്കുക. തീ കുറച്ച് വെച്ച് വേണം വറുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ കയ്പ്പ് വരും കറിയിൽ. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് കുറച്ചധികം ആയാലും നല്ല കളറ് കിട്ടും, എരിവ് അധികം ഉണ്ടാവില്ല. ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂണാണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടത്. ഒരു 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഒട്ടും എരിവുണ്ടാവില്ല. നമ്മൾ നല്ലപോലെ ഒന്ന് ചൂടാക്കി മണം വരുന്നത് വരെയും ചൂടാക്കണം. ഏഴ് വിസിലായിട്ടുണ്ട്. ഒരു വിസിലും കൂടി ആകുമ്പോൾ അടച്ചു വെക്കാം. മൊത്തം പ്രഷർ പോയിട്ട് ഇരുമ്പോൾ എടുക്കാം. വറുക്കുന്നതിന് നല്ല മണം വരുന്നുണ്ട്. മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചൂടാവുന്നതിൻ്റെ മണമാണിത്. അത്ര റോസ്റ്റ് പോലെയല്ല, ചോറിൻ്റെ കൂടെ കൂട്ടുന്നതുകൊണ്ട് കുറച്ച് കുറുകിയ രീതിയിലാണ് വയ്ക്കുന്നത്. അധികം ചാറില്ലാത്ത ഒരു കറിയാണിത്. ഞാൻ ഓരോ സാധനവും അതുപോലെ ഇടുന്നത് കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുകയാണെങ്കിൽ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല കറി ഉണ്ടാക്കാനും പറ്റും. ഈ കറി ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അയക്കാൻ മറക്കല്ലേ. ആരും കമൻ്റ് ഇടുന്നതായിട്ട് കാണുന്നില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഈ കറി ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് ചൂടായിട്ടുണ്ട്. അടുപ്പ് വേറൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച്
വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അത്രയും മതി. ആ ഇറച്ചിയിൽ നിന്ന് എണ്ണ ഇറങ്ങി വരും. എണ്ണ ചൂടാകുന്നത് വരെയും വെയിറ്റ് ചെയ്യുക. സവാള നല്ല ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കും. സ്ലൈസ് ചെയ്ത സവാള ഇട്ട് കൊടുക്കും. അധികം വലുതായിട്ട് ഇട്ടാൽ ഒരുമാതിരി കിടക്കും. അതുകൊണ്ട് ഒരു വര ഇട്ടിട്ട് സ്ലൈസ് ചെയ്താൽ ചെറിയ സ്ലൈസ് പീസുകളായി വരും. അപ്പോൾ കറിയിൽ നല്ല ഇതായിട്ട് വരും. ഇതൊക്കെ ഒരു ടിപ്പുകളാണിത്. ഇത് ബാച്ചിലേഴ്സിനും ആദ്യമായിട്ട് പാചകം ചെയ്യുന്നവർക്കും എല്ലാം പ്രവാസികൾക്കും എല്ലാം ചെയ്യാൻ പറ്റിയ എളുപ്പമുള്ള ഒരു ബീഫ് കറിയാണിത്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. കടയിൽ നിന്ന് ഇറച്ചി കറിയെല്ലാം മേടിക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല. പോണ അത്രയും സമയം പോലും ആവില്ല ഈ കറി വെക്കാൻ. നല്ലപോലെ വഴറ്റിയെടുക്കും. 8 വിസിലായിട്ടുണ്ട്. ഇനി പ്രഷർ പോണവരെ മിക്സ് ചെയ്യുക. സവാള ഒന്ന് മൂത്ത് കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്തു. ഞാൻ ഇറച്ചി വേവാനും ഉപ്പിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ സവാള വഴറ്റാനും ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താലും മതി. ഇറച്ചിയുടെ വേവ് എത്രയെന്ന് നമുക്ക് അറിഞ്ഞൂടല്ല. കുറച്ച് പ്രഷർ കളഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ വേവ് കൂടിപ്പോകണ പ്രശ്നമില്ല. ഇത് എല്ലാവർക്കും അറിയാം ഈ കറി വെക്കാൻ. എന്നാലും ഞാൻ ചെയ്യുന്നത് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ചെയ്തോട്ടെ. യൂട്യൂബിൽ ഒരു കറി ഉണ്ടാക്കണ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് നല്ലത് തോന്നണ ഇടല്ല. അതിന് എളുപ്പമുള്ളതും ഞാൻ എളുപ്പത്തിൽ നല്ല രീതിയിൽ പറയുന്നതുമായ ഈ കറി നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇടുന്നത്, ഷെയർ ചെയ്യുന്നത്. ഉള്ളി നല്ല പകുതി ബ്രൗൺ ആവുന്നത് വരെ വറക്കണം. ഉള്ളി നല്ല ചുവന്ന് വന്നിട്ടുണ്ട്. അതിൽ പകുതിയാണ് ചുവന്നത്, അധികം ചുമപ്പിക്കാറില്ല. അതിലൊരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് വഴറ്റിയെടുക്കണം. കഴുകി നല്ല വളർന്ന് വന്നിട്ടുണ്ട്. ഈ പൊടികൾ ഇട്ട് കൊടുക്കുക, വറുത്ത് വെച്ച പൊടികൾ. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം ആ വറ്റി വന്ന ഇറച്ചി ഇട്ട് കൊടുക്കും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണിത്. ശരിക്കും മണിക്കൂർ നോക്കുകയാണെങ്കിൽ 3/4 മണിക്കൂർ പോലും ആയിട്ടില്ല. വേഗം എന്തെങ്കിലും ചപ്പാത്തി വല്ലതും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇറച്ചി മേടിച്ച് ഇതുപോലെ വെച്ചാൽ നല്ല ടേസ്റ്റായിട്ട് കഴിക്കും. നല്ലപോലെ എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കണം, മസാലയും ഇറച്ചിയും എല്ലാം. ഉപ്പും എരിവും എല്ലാം കറക്റ്റുണ്ട്. ഇച്ചിരി നേരവും കൂടി കുറച്ച് വെള്ളം ഇട്ട് തിളപ്പിക്കാൻ വെക്കണം. ഒരു തുള്ളി വെള്ളമാണ് ഞാൻ എടുക്കുന്നത്, 1/4 ഗ്ലാസ്.
അധികം ചാറും അല്ല. ബീഫ് കറി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. നേരത്തെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ എണ്ണ തെളിയാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇടിയപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം കഴിക്കാവുന്നതാണ്. ഉപ്പ് വറ്റി വന്നപ്പോൾ ഉപ്പ് വരുവും എല്ലാം കറക്റ്റാണ്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് റോസ്റ്റ് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബർ എല്ലാം ചെയ്യാൻ മറക്കല്ലേ. നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.